കൂട്ടുകാരെ, ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം എന്നറിയപ്പെടുന്നത് ആഗസ്റ്റ് 8-ലല്ലേ? ഓക്കെ. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുകയും ചെയ്തതാണ് 1942 ഓഗസ്റ്റ് 8-ന്. 1942 ഓഗസ്റ്റ് 8-ന് ഹിരോഷിമ അണുബോംബ് ആക്രമണത്തെ ആസ്പദമാക്കിയിട്ട് ചാൾസ് പെല്ലെഗ്രിനോ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ഇതാണ് ദി ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ. ആ ഒരു പുസ്തകത്തിനെ ആധാരമാക്കി സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ജെയിംസ് കാമറൂൺ. ഹിരോഷിമ അണുബോംബ് ആക്രമണത്തെ ആസ്പദമാക്കി എഴുതിയ ബുക്കാണ്. ചാൾസ് പെല്ലെഗ്രിനോ എഴുതിയതാണ് ദി ഗോസ്റ്റ് ഓഫ് ഹിരോഷിമ എന്ന പുസ്തകം ആധാരമാക്കി സിനിമയുണ്ട്. ആ സിനിമയുടെ പേരാണ് ജെയിംസ് കാമറൂൺ. പിന്നെ അടുത്തത്, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനത്തിൽ വിത്തുണ്ടാക്കൽ നിക്ഷേപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിത്തൂട്ട്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനത്തിൽ വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ്. വന്യജീവികൾക്ക് ആവാസ വ്യവസ്ഥ നല്ലപോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് വിത്തൂട്ട്. അഥവാ വിത്ത് വനത്തിൽ കൊണ്ടുപോയിടുക, അതാണ് വിത്തൂട്ട്. രാജ്യത്ത് ഇറക്കുന്ന ചിപ്പുകൾക്കും കണ്ടക്ടറുകൾക്കും 100% തീരുവ ചുമത്താൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ സംഭവമാണല്ലോ അല്ലേ. രാജ്യത്തേക്ക് ഇറക്കുന്ന ചിപ്പുകൾക്കും കണ്ടക്ടർക്കും 100% തീരുവ ചുമത്താൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക. അടുത്തത്, ജല കായിക വിനോദ സഞ്ചാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ സലം കോഴ്സ് തുടങ്ങുന്ന സംസ്ഥാനമാണ് മേഘാലയ. ജലകായിക വിനോദം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യത്തെ ആദ്യ സലം കോഴ്സ് തുടങ്ങുന്ന സംസ്ഥാനമാണ് മേഘാലയ. MK സാനു സ്മാരകം നിലവിൽ വരുന്നത് വാൽമീകി കുന്ന് ആലുവയിലാണ്. MK സാനു സ്മാരകം എവിടെയാണുള്ളത്? ആലുവയിലെ വാൽമീകി കുന്നിലാണ്. പിന്നെ MK സാനു എന്താണ് സംഭവം എന്നുള്ളത് പറയാം. പ്രൊഫസർ MK സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2 കഴിഞ്ഞ മാസം തന്നെയാണ്. അധ്യാപകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, വാൽമീ ജനപ്രതി അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് MK സാനു. ഏറ്റവും ഒടുവിൽ എഴുതിയ പുസ്തകമാണ് തപസ്വനി അമ്മ, അബലർക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. MK സാനുവിൻ്റെ അവസാനം എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? തപസ്വനി അമ്മ, അബലർക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. 2025 ജൂൺ 22-ന് പ്രകാശനം ചെയ്തത്. അത് പ്രകാശനം ചെയ്തത് 2025 ജൂൺ 22-ലാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കുറച്ച് തൊട്ട് മുമ്പ് എന്നൊക്കെ പറയാൻ പറ്റും. അദ്ദേഹം മരിക്കുന്നതെന്നാണ് 2025 ഓഗസ്റ്റ് 2-നാണ്. അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകത്തിൻ്റെ പേര് തപസ്വനി അമ്മ, അബലർക്ക് ശരണമായി ജീവിച്ചു പുണ്യവതി. അത് പ്രകാശനം ചെയ്തത് 2025 ജൂൺ 22-നാണ് പ്രകാശനം ചെയ്തത്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് പ്രൊഫസർ MK സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനല്ല, വിമർശകൻ കൂടിയാണ്. സാഹിത്യ വിമർശകൻ പ്രൊഫസർ MK സാനു. ജനനം 27 ഒക്ടോബർ 1928-ലാണ്. ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ മംഗലത്ത് വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലം MLA ആയി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നു. 1987 തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 1958 5 ശാസ്ത്രനായകന്മാർ എന്ന ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1958 5 ശാസ്ത്രനായകന്മാർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറക്കി. വിമർശന ഗ്രന്ഥം ഏതാണ്? 1960 അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് കാറ്റും വെളിച്ചവും പുറത്താക്കി. ഓക്കെ. പ്രധാന രചനകളാണ് ശ്രീനാരായണ ദർശനം, സാഹിത്യ ദർശനം, സഹോദരൻ അയ്യപ്പൻ, മാതൃജയം കാവ്യജീവിതം. കുമാരനാശനെ കുറിച്ചാണ് മൃദുജയം കാവ്യജീവിതം. കുമാരനാശനെ കുറിച്ചിട്ട് MK സാനു എഴുതിയതാണ് മൃദുജയം കാവ്യജീവിതം. അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ്, ആശാൻ പഠനത്തിനൊരു മുഖവര, പാർവതിയമ്മ, അക്ഷരയുടെ അമ്മ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. പിന്നെയുണ്ട് അവതാരണം, കാവ്യതന്ത്രപ്രവേശിക, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് MK സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥമാണ് ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ. അടുത്തത് കാറ്റും വെളിച്ചവും. കാറ്റും വെളിച്ചം എന്താണ്? 1960 എഴുതിയ വിമർശന ഗ്രന്ഥമാണ്. പിന്നെ അസ്തമിക്കാത്ത വെളിച്ചം, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവചരിത്രമാണ് അസ്തമിക്കാത്ത വെളിച്ചം. പിന്നെ ഉറങ്ങാത്ത മീനാക്ഷി, PK ബാലകൃഷ്ണൻ്റെ ജീവിതം. ഉറങ്ങാത്ത മീനാക്ഷി ആരാണ്? ഉറങ്ങാത്ത മനീഷിയാണ് PK ബാലകൃഷ്ണൻ്റെ ജീവചരിത്രം. അടുത്ത MK സാനുവിൻ്റെ പുരസ്കാരമാണ് 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അവതാരണം എന്ന
ഗ്രന്ഥത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 1992 വയലാർ അവാർഡ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന ഗ്രന്ഥത്തിന് ലഭിച്ചു. 2002 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ്. എല്ലാവിധ അവാർഡുകളും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 2011 പത്മപ്രഭ പുരസ്കാരം, NK ശേഖർ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ബഷീറിൻ്റെ ജീവചരിത്രവുമായി എഴുതിയതാണ്. അതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആത്മകഥയാണ് കർമ്മഗതി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച 2013. പിന്നെ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ 25% അധിക തീരുവ ചുമത്താൻ വേണ്ടി നിലവിൽ വരുന്ന പ്രഖ്യാപിച്ച തീയതിയാണ് ഓഗസ്റ്റ് 27, 2025. ഓഗസ്റ്റ് 27, 2025 25% ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ തീരുവത്തിലാണ് 25% ആക്കിയതുള്ള. മൊത്തത്തിൽ ഇപ്പത്രായി 50%. പ്രഥമ MS സ്വാമിനാഥൻ ഫുഡ് ആൻഡ് പീസ് പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? $25,000. പ്രഥമ MS സ്വാമിനാഥൻ ഡോളറാണ്. MS സ്വാമിനാഥൻ ഫുഡ് ആൻഡ് പീസ് പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയാണ് $25,000. ജേതാവ് അഡെമോല എ അഡൻഡലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൈമാറിയിട്ടുള്ളത്. അഡെമോല എ അഡൻഡലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി. ബനകചർല ജലവിതരണ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ബനകചർല ജലവിതരണ പദ്ധതി എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. നിലവിൽ ആന്ധ്രാപ്രദേശും തെലങ്കാനയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമത്തിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം മറ്റു ജനവിഭാഗങ്ങൾ ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ധരാലി. 2025 ആണല്ലോ അല്ലേ? ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയം അതുപോലത്തെ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് ധരാലി എന്ന ഗ്രാമം പറ്റേപ്പോയി. എത്ര മരണമെന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യവും അതുപോലെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ പേരാണ് ഓപ്പറേഷൻ ധരാലി. ഓക്കെ, അടുത്ത ഡെയിലി ഫ്രണ്ട്സിൽ നമുക്ക് നാളെ കാണാം. ബൈ, സീ യു.